അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശരിക്കും പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഇതുപോലെ സ്വാഗതമൊക്കെ ശരിക്കും പോലെ നിന്ന് പറയായിരുന്നു കേട്ടോ. പക്ഷെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഒന്നും മനസ്സിലാവില്ല. ആകെ ഒരു മുഴക്കം. ഇതിൻ്റെ ഉള്ളിൽ സംസാരിക്കുമ്പോൾ ഒരു മുഴക്കാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ജീവിതം എന്ന് പറയുന്നത് എന്തൊരു അത്ഭുതം അല്ലേ. നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ? ഒന്ന് ചിന്തിച്ച് നോക്കി നോക്കിട്ടാ. പണ്ടൊന്നും ഞാനും ഇതൊന്നും ചിന്തിച്ചിരുന്നില്ല, ഒന്നും ആലോചിച്ചിരുന്നില്ല. ഒരു പൊട്ടി കളിയായിരുന്നു കേട്ടോ. ഒന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴും വലിയ ബുദ്ധിയുള്ള ആളാണെന്നല്ല പറയണത്. പക്ഷെ നമ്മൾ നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളിലൂടെ ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോഴാണ് നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് മനസ്സിലാവും. ഓരോരുത്തരോട് പെരുമാറുമ്പോഴാണ് നമ്മൾ എങ്ങനെയാന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നതും തിരിച്ചറിയുന്നതൊക്കെ. ഓരോ മനുഷ്യനും ഓരോ സ്വഭാവക്കാരും ഓരോ എന്താ പറയുക, ഓരോ അവരുടെ ഓരോ ചിന്തകളും ഒക്കെ വെവ്വേറെയാണല്ലോ. അപ്പോൾ നമുക്ക് നാളെ എന്താ സംഭവിക്കുക എന്ന് പോലും നമുക്കറിയില്ല. അതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്, ഒരു അത്ഭുതം എന്ന് പറയുന്നത്. എൻ്റെ ഒരു കാര്യം പറയാൻ തന്നെ എൻ്റെ ഒരു ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ കടന്നുപോയി എന്നറിയോ. നമ്മളൊന്നും ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പ്രതീക്ഷിച്ച കാര്യങ്ങളൊന്നും നടന്നിട്ടുമില്ല. പ്രതീക്ഷിക്കാതെ വന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിച്ചിട്ട് ഇരുന്ന് ഇപ്പം നടക്കും എന്ന് വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കാറില്ല കേട്ടോ. ഒന്നും നമ്മൾ വിചാരിച്ച പോലെയല്ല. ഒക്കെ പടച്ചവൻ്റെ കയ്യിലാന്ന് പറയുന്നത് സത്യമാണ്. നമ്മളൊന്നും കണ്ടിട്ട് അഹങ്കരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. പടച്ചവനെ നമ്മൾ അഹങ്കരിക്കണമൊന്നുമില്ല കേട്ടോ. നമുക്ക് അഹങ്കരിക്കാൻ മാത്രം നമുക്ക് ഒന്നുമില്ല. ഒന്നുമില്ല പറഞ്ഞ ഒന്നുമില്ല. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എമർജൻസി ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണതല്ലേ. മാക്സിമം എല്ലാവരും ഒന്ന് കാണുക. അവരുടെ വീഡിയോ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. പൈസ കൊടുത്ത് സഹായിക്കാനില്ലെങ്കിൽ അവരുടെ വീഡിയോ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അവർക്ക് ആ ഒരു വരുമാനമെങ്കിലും കിട്ടുമല്ലോ എന്നാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളൂ. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ജീവിതം ഒരു അത്ഭുതമാണെന്ന് പറയുന്നത്. ആ കുട്ടിയുടെ ഒരു കല്യാണം എത്ര സന്തോഷത്തിലാവും ഒരു ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടാവുക. 3 മാസം തികയുമ്പോഴേക്കും ആ സന്തോഷം പടച്ചോൻ കെടുത്തിയില്ലേ. അപ്പോൾ ഇതുപോലത്തെ അസുഖങ്ങളൊന്നും നമുക്ക് ആർക്കും വരുത്താതിരിക്കട്ടെ. എൻ്റെ ഒരു കാര്യം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പടച്ചോൻ വിചാരിച്ചിട്ട് ഇപ്പോൾ എനിക്ക് യാതൊരു അസുഖങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ, ഞാൻ ഇങ്ങനെ ഒരു വീട്ടിലേക്ക് വാടകയ്ക്കാണെങ്കിലും ഇങ്ങനെ ഒരു വീട്ടിൽ വന്ന് താമസിക്കും, കുമ്പളങ്ങാട് വന്ന് താമസിക്കും, ഇതുപോലൊക്കെ ആവും, വാടകയ്ക്ക് ഇരിക്കേണ്ട അവസ്ഥ വരും, ഒന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഇന്നത്തെ ആദ്യത്തെ വീഡിയോ ഒക്കെ ഇരുന്ന് കുറച്ച് നേരമൊക്കെ ഇരുന്ന് കണ്ടു നോക്കി. അത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇരുന്നൊന്ന് കാണുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് അറിയില്ല, ഞാൻ ഇടയ്ക്കൊക്കെ അതിരുന്ന് കാണും. പണ്ടത്തെ വീഡിയോസൊക്കെ ഇരുന്ന് കാണും. നമ്മുടെ വാഴാനിയിൽ നടന്ന് പണികളെടുത്തിരുന്നു, അതൊക്കെ ഞാൻ കാണാറുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നോ, അങ്ങനെ ഒരു വ്ളോഗ് ചെയ്യുന്നോ, ഇതൊന്ന് പൈസ കിട്ടുന്നോ, നമ്മുടെ ജീവിതം ഇങ്ങനെയൊക്കെ മാറി മറിയുന്നോ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. ഒരു ഇരുട്ട് മൂടിക്കിടക്കണ ഓരോ എന്താ പറയുക ജീവിതങ്ങളായിരുന്നു നമ്മുടെയൊക്കെ. അത് എങ്ങനെയൊക്കെ ഒരു മിന്നാമിനിങ്ങിൻ്റെ ഒരു വെട്ടം പോലെ ഇപ്പോൾ തിരിച്ച വെളിച്ചം വന്ന് തുടങ്ങണുള്ളൂ. പടച്ചോൻ അതൊന്നും നിലനിർത്തി തരട്ടെ. അസുഖങ്ങളെ കൊണ്ടൊക്കെ നമുക്ക് തന്നെ കാത്ത് രക്ഷിക്കട്ടെ എന്ന് മാത്രമേ ഇപ്പോഴത്തെ ഒരു പ്രാർത്ഥന ഉള്ളൂ. നമുക്ക് കുറേ കാശും പണം ഒക്കെ ഉണ്ടായിട്ടും ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല. നമുക്ക് വേണ്ടത് മനസ്സമാധാനത്തോടു കൂടിയിട്ടുള്ള ജീവിതമാണ് വേണ്ടത്. അത് മാത്രം ഉണ്ടായാൽ തന്നെ നമ്മുടെയൊക്കെ എല്ലാം ആയി എന്നാണ് നമുക്ക്. പിന്നെ അത് വിചാരിച്ചിട്ട് പൈസ വേണ്ടെന്നല്ല, ജീവിക്കാൻ പൈസ വേണം. പൈസ ഉള്ളവർക്കാണ് നാട്ടിൽ വില ഉള്ളൂ. അവരുടെ വാക്കിനെ വില ഉള്ളൂ. അത് കാരണം നമുക്ക് പൈസയും വേണം. പൈസ ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ബുദ്ധിമുട്ടാണ് ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ. പൈസ ഇല്ലാത്തവരനൊക്കെ എന്തോ ഒരു അറപ്പോട് കൂടിയിട്ടൊക്കെയാണ് ആൾക്കാർ അങ്ങനെയൊക്കെയാണ് നോക്കുക. കാശുള്ളവർക്ക് മാത്രം ഇന്നത്തെ സമൂഹത്തിൽ വിലയുള്ളൂ. അപ്പം നമുക്ക് ജീവിക്കണമെങ്കിൽ നമുക്ക് അത്യാവശ്യം നമ്മുടെ കയ്യിൽ കാശ് വേണം. പിന്നെ കടങ്ങളൊന്നും ഇല്ലാണ്ട് ഒരു ജീവിതം കിട്ടാന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് പകുതി ആശ്വാസമാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് കടത്തിലൊക്കെ മുങ്ങി ജീവിക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരുടെയൊക്കെ കടങ്ങൾ പടച്ചോൻ വേഗം വീട്ടി കൊടുക്കട്ടെ. പിന്നെ ഒരുപാട് പേര് പ്രവാസ ലോകത്ത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ജീവിക്കുന്നവരുണ്ട്. അവരുടെ ഇടങ്ങളൊക്കെ പടച്ചോൻ മാറ്റി തരട്ടെ അല്ലേ. അപ്പോൾ ഓരോരുത്തരുടെ വിശേഷങ്ങളും ഓരോരുത്തരുടെ വീഡിയോസൊക്കെ കാണുമ്പോഴാണ് എനിക്ക് ഓരോരുത്തരുടെ അനുഭവങ്ങളൊക്കെ മനസ്സിലായി വരുന്നുണ്ട്. നമ്മൾ ആദ്യമൊന്നും നമുക്കൊന്നും അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറം ലോകമായിട്ട് ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. ആരേനെ കുറിച്ചിട്ടും അറിയില്ല. നമ്മൾ കല്യാണത്തിന് മുന്നേ കുറച്ച് പശുക്കളുണ്ടായിരുന്നു വീട്ടിൽ. അവരേനെ നോക്കുക, പുല്ലരിയാൻ പോവുക, പാല് കൊണ്ട് കൊടുക്കാൻ പോവുക, അങ്ങനത്തെ ഒരു ലോകമായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ മോനെ പുറത്തേക്കൊന്നും പോയിരുന്നില്ല. ഋഷിക്ക് പണിക്ക് പോവും. അന്നൊക്കെ ബസ്സിൽ ക്ലീനറായിട്ട് പോയിരുന്നു. അങ്ങനെ പോവും.
നമ്മൾ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കും. ആരെന്നായിട്ടാണ് സംസാരിക്കാനോ ഒന്നും പോവില്ല. അപ്പോഴും നമുക്കൊന്നും അറിയില്ല. പിന്നീട് നമ്മുടെ കയ്യിൽ ഈ ഫോണൊക്കെ കിട്ടി നമ്മൾ ഓരോരുത്തരുടെ വ്ളോഗുകളും ഓരോരുത്തരുടെ ജീവിത രീതികളും ഒക്കെ കണ്ടു തുടങ്ങി. പിന്നെ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഓരോ പാഠങ്ങൾ പഠിച്ചത് കേട്ടോ. ഇപ്പോൾ ഏകദേശമൊക്കെ ഓരോരുത്തർ എങ്ങനെ എന്താ അവരോട് എങ്ങനെ സംസാരിക്കണം, ആരോട് സംസാരിക്കാതിരിക്കണം എന്നുള്ളതൊക്കെ ഏകദേശമൊക്കെ നമുക്കൊരു രൂപം കിട്ടി. അപ്പം എല്ലാവരും സംസാരിക്കുമ്പോൾ ഒക്കെ എല്ലാവരോടും സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചും നോക്കിയും കണ്ടൊക്കെ ജീവിക്കുക. നമുക്ക് നമ്മുടെ കാര്യം മാത്രമാണ് വലുതെന്ന് വിചാരിച്ചിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ അത് വെച്ചിട്ട് ആരെയും സഹായിക്കരുതെന്നല്ല കേട്ടോ പറയണത്. എല്ലാവരുടെയും ബുദ്ധിമുട്ടുകൾ നമ്മൾ കേൾക്കണം. അത് കേൾക്കാനെങ്കിലും നമുക്കൊരു മനസ്സ് വേണം. നമ്മൾ അനുഭവിച്ച ഒരു വേദന നമുക്കറിയാവുന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ വിഷമം എന്തായാലും കേട്ടിട്ടിരിക്കും. അത് നമുക്ക് ഒരു ആശ്വാസം കൊടുക്കാൻ പറ്റിച്ചെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യങ്ങൾ. ഇഷമോൾ എന്തോ സ്കൂളിലത്തെ പദ്യമായിട്ട് ചെല്ലണത്. അപ്പം ഞാൻ ഇനിയിപ്പോൾ അത് കൊടുത്ത വോയിസ് നമ്മുടെ കമൻറ്റ് ബോക്സ് ഓഫ് ആവുക വെച്ചിട്ടാട്ടോ കൊടുക്കാത്തത്. എന്തായാലും അത് കേൾക്കാം. അപ്പോൾ എന്തായാലും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.